കർത്താവിൽ പ്രിയരെ, എല്ലാം കൊണ്ടും തകർന്നിരിക്കുന്ന ഈ നിമിഷം എന്ത് പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കർത്താവിൻ്റെ സന്നിധിയിൽ പറയാൻ വാക്കുകൾ പോലും കിട്ടുന്നില്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഹന്ന ദേവാലയത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ഹന്നയുടെ അധരം അനങ്ങി, ശബ്ദം കേൾക്കുന്നില്ലായിരുന്നു. പുരോഹിതന് പോലും മനസ്സിലായില്ല. എന്നാൽ ആ ജൽപ്പനം പോലും എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയായിരുന്നു കേട്ടോ. മരുഭൂമിയിൽ ഉഴന്നു നടന്ന ഹാഗാർ മകൻ്റെ മരണം കാണാൻ കഴിയാതെ അമ്പിമ്പാട് ദൂരത്തിരുന്ന് കരഞ്ഞു. പക്ഷെ ആ ബാലൻ്റെ നിലവിളി പോലും എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയായിരുന്നു കേട്ടോ. അത്തിയുടെ കീഴിലിരുന്ന നദനിയേൽ നിശബ്ദമായി കർത്താവിനോട് പറഞ്ഞു, കഷ്ട ദിവസത്തിൽ നിൻ്റെ മുഖം എനിക്ക് മറക്കരുത് എന്ന്. പക്ഷെ ആ നിശബ്ദമായി പറഞ്ഞത് കർത്താവ് കേട്ടു കേട്ടോ. അത്തിയുടെ കീഴിലിരുന്ന നദനിയേലിനെ കർത്താവ് കണ്ടു. ഇതുപോലെ നമ്മുടെ നിശബ്ദതയും നമ്മുടെ നിലവിളിയും നമ്മുടെ ജൽപ്പനവും നമ്മുടെ ഗദ്ഗതം പോലും കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയാകട്ടോ. ഒരിക്കലും അതിന് മറുപടി ലഭിക്കാതിരിക്കത്തില്ല. ഗോഡ് ബ്ലെസ് യു ഓൾ.